കാഴ്ചാപരിമിതിയുള്ളവർക്കും ജഡ്ജിമാരാകാൻ അർഹതയുണ്ടെന്ന നിർണായക വിധിയുമായി സുപ്രീംകോടതി. കാഴ്ചാപരിമിതിയുള്ളവർക്ക് ജുഡീഷ്യൽ സർവീസിൽ നിന്ന് 2 പതിറ്റാണ്ടായി മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാഴ്ചാപരിമിതിയുടെ പേരിൽ ജുഡീഷ്യൽ സർവീസിലെ റിക്രൂട്ട്മെന്റിന് ഹാജരാകാനുള്ള അവസരം നിഷേധിക്കാനാവില്ലെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് വിലയിരുത്തി. ജഡ്ജിയാകാൻ ആഗ്രഹിച്ചിരുന്ന കാഴ്ചാപരിമിതിയുള്ള മകനെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഹാജരാകാൻ കഴിയാത്തതിനെ തുടർന്ന് അമ്മ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. മധ്യപ്രദേശ് ജുഡീഷ്യൽ സർവീസസ് ചട്ടങ്ങൾ പ്രകാരം കാഴ്ചാപരിമിതിയുള്ളവരെ ജുഡീഷ്യൽ സർവീസുകളിലേക്കുള്ള നിയമന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. മധ്യപ്രദേശ് ജുഡീഷ്യൽ സർവീസ് ചട്ടങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഭിന്നശേഷിയുള്ളവരെ ഒഴിവാക്കുന്ന പരോക്ഷമായ വിവേചനങ്ങൾ, കട്ട് ഓഫുകൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ തടസ്സങ്ങൾ എന്നിവ മൌലികമായ സമത്വം നിലനിർത്തുന്നതിന് തടസ്സമാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു. കാഴ്ചവൈകല്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജഡ്ജിയാകാൻ 3 വർഷത്തെ നിയമ പ്രാക്ടീസ് വേണമെന്ന ചട്ടവും സുപ്രീംകോടതി റദ്ദാക്കി. കാഴ്ചാപരിമിതിയുള്ള ഒരാൾ സുപ്രീംകോടതിയിൽ പോലും ജഡ്ജിയാകാൻ അർഹരാണെന്ന് സുപ്രീംകോടതി നേരത്തെ വിധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലും രാജസ്ഥാനിലും കാഴ്ചാപരിമിതിയുള്ള ജഡ്ജിമാരെ നിയമിച്ചത്. 2009 ജഡ്ജി T ചക്രവർത്തിയായിരുന്നു തമിഴ്നാട്ടിലെ ആദ്യത്തെ കാഴ്ചാപരിമിതിയുള്ള ജുഡീഷ്യൽ ഓഫീസർ. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.